അതുകൊണ്ടല്ലേ പരിശുദ്ധമായ കഅബ ശരീഫ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ കഅബ ശരീഫയുടെ കില്ല നിങ്ങൾ കണ്ടോ? നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ? അത് കറുത്ത കളറാ. എന്താ കഅബ ശരീഫിന്റെ കില്ല കറുപ്പിക്കാനുള്ള കാരണം എന്താ അറിയോ? അതാ മക്കക്കാര് അതാ കറുത്ത വർഗത്തിലേക്ക് ഒരു സ്ഥാനവും കൊടുത്തില്ല. ബിലാൽ റളിയല്ലാഹുവിനെ വളരെ മോശമാക്കിയ ഒരു ഘട്ടമുണ്ടായിരുന്നു. അപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂൽ അതാ കഅബന്റെ കില്ല നോക്കൂ, വെളുത്തതല്ല. ഒരു കാലഘട്ടത്തിൽ കറുത്തവനിക്ക് ഒരു സ്ഥാനവും കൽപ്പിക്കാത്ത കാലത്ത് ഇതാ ലോകത്ത് തന്നെ മാതൃകയാക്കിയിട്ടുള്ള കറുത്ത വർഗക്കാരാ, നിനക്ക് ഇസ്ലാമിന് ഉന്നതമായ സ്ഥാനമുണ്ടെന്ന് പറയാൻ വേണ്ടി പരിശുദ്ധമായ കഅബയുടെ കില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് കറുത്ത നിറമാ. അതുപോലെ അല്ലാഹുവിന്റെ പള്ളിയിൽ ആർക്കും വലിയ സ്ഥാനമില്ല. എല്ലാവരും ഇങ്ങോട്ട് വന്നോളണോ. ഇവിടെ അതാ സഫ് സഫായി നിൽക്കണോ, അതാ വരികളായി നിൽക്കണോ. ആ സഫ് നിൽക്കുന്ന സമയത്ത് ഇടവരാതെ ശ്രദ്ധിക്കണോ. അതിന്റെ ഇടയിൽ ഇട വന്നു കഴിഞ്ഞാല്, അതിന്റെ ഇടയിൽ ക്യാപ്പ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? പിശാച് ലഅനത്തുല്ലാഹി അലൈഹി പ്രവേശിക്കോ. എന്നിട്ട് ഐക്യത്തോടു കൂടി പോകുന്ന നാട്ടുകാരെ ഭിന്ന ഭിന്നമാക്കോ. നാട്ടിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ ശ്രമം നടത്തോ. ഗ്രൂപ്പിസം തിരിക്കാൻ വേണ്ടി ശ്രമം നടത്തോ. അല്ലാഹുവിന്റെ പള്ളിയിൽ ഗ്രൂപ്പിസമില്ല. അല്ലാഹുവിന്റെ പള്ളി ഇന്നാലിന്നാളെ പേരില് ഒന്നുമല്ല, അല്ലാഹുവിന്റെ വീടാ. പള്ളിയിലെ പ്രത്യേകത അതുകൊണ്ടാണ്. നമ്മൾ അതാ ഇമാം ജമാഅത്ത് നിസ്കരിക്കുമ്പോ ആ ജമാഅത്ത് നിസ്കരിക്കുന്ന ഘട്ടത്തില് സഫ് നിൽക്കുമ്പോ അടുപ്പിച്ച് നിൽക്കണേ നിങ്ങള്, മടമ്പ് ഒപ്പിച്ച് നിൽക്കണേ നിങ്ങള്. അതിന്റെ ഇടയിൽ ക്യാപ്പിടല്ല. അത് വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ക്യാപ്പ് വന്നോ ഈ നാട് ഭിന്നിച്ചിരിക്കും, ഭിന്നിപ്പുണ്ടായിരിക്കും. അല്ലാഹുവേ, ഈ നാടിനെ നീ ഐക്യത്തിലാക്കണേ റഹ്മാനെ, ഭിന്നിപ്പിക്കല്ല അല്ലാഹ്. ഈ സ്നേഹം നീ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഈ നാടിനെന്നും ഐക്യത്തിലും സമാധാനത്തിലും സ്നേഹത്തിലും അല്ലാഹു എന്നും നിലനിർത്തി തരുമാറാവട്ടെ. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ജമാഅത്തിനിക്ക് പള്ളിയിലേക്ക് വരണം. ജമാഅത്തിന് പള്ളിയിലേക്ക് വരുമ്പോ അതിന്റെ വലിയ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക്? നോക്കൂ, നമ്മൾ മുസ്ലിം സമൂഹം അല്ല ഐക്യത്തോട് കൂടി ജീവിക്കാനുള്ള ഏറ്റവും വലിയ സന്ദേശമാണ് ജമാഅത്ത് നിസ്കാരം. ജമാഅത്ത് നിസ്കാരത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അതാ ആ ജമാഅത്ത് നിസ്കാരത്തിൽ ഒരാൾ വന്നു കഴിഞ്ഞാലുള്ള ഗുണമെന്താ അറിയോ? അതാ വല്ലതും നാട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് വല്ലതും സംഭവിച്ചു എന്ന് കരുതിയോ, എന്നാൽ അയാളെ സന്ദർശിക്കാൻ വേണ്ടി പോകും.